ഗന്ധർവൻ എത്തുന്നതിന് മുൻപ് ഗന്ധർവനെ കാണാൻ വേണ്ടിയാ ഗന്ധർവൻ പറഞ്ഞ വെള്ള ഹാഫ് സാരി എടുത്ത് ഞാൻ നേരത്തെ വന്നത്. പക്ഷെ ഗന്ധർവൻ ഇനി എത്തിയിട്ടില്ലേ? പാറു, പാർവതി ഇന്ന് വെള്ള ഹാഫ് സാരി ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ജോലിക്ക് വരുമ്പോ ആരെങ്കിലും വെള്ള സാരി ഉടുക്കുവോ? മുഷിയില്ലേ? മുഷിയൊന്ന് പാർവതിക്കും അറിയാം. എന്നിട്ടും ഈ ഡ്രസ് ഇട്ട് വരണമെങ്കിൽ ഇന്ന് വെള്ള ഹാഫ് സാരി കൊടുത്ത് ഗാർമെന്റ്സിൽ വരണമെന്ന് പാർവതിയോട് ആരോ പറഞ്ഞിട്ടുണ്ട്. സത്യമല്ലേ? പാർവതി വെള്ള ധാവണി ഉടുക്കുമ്പോ കയ്യിൽ വെള്ള വളകൾ കൂടി ഉണ്ടെങ്കിൽ പാർവതിയെ കാണാൻ ഒന്നുകൂടി സൂപ്പർ ആവുമായിരുന്നു. കുപ്പിവളകളാ വേണ്ടത്. കുപ്പിവളകളുടെ ശബ്ദത്തിന് പ്രണയത്തിന്റെ ശബ്ദമാണെന്നാ പറയാ. പാർവതിയുടെ കയ്യില് വെള്ള കുപ്പിവളകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ ഇടുമ്പോ നിലത്ത് വീണ് ഉടഞ്ഞു പോയി. അത് കുഴപ്പമില്ല. വളകളില്ലെങ്കിൽ എന്താ, ഈ വെള്ള ഡ്രസ്സിൽ പാർവതി കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിലും പാർവതി സുന്ദരിയ. ഈ ഡ്രസ്സിൽ പാർവതിയുടെ സൗന്ദര്യം ഇരട്ടിയായിട്ടുണ്ട്. വെള്ള ഡ്രസ് ഇട്ട് ജോലിക്ക് പോയാൽ മുഷിയോന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാനും വെള്ള ഡ്രസ്സല്ലേ ഇട്ടത്. മുഷിയോന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്താ വെള്ള ഡ്രസ് ഇട്ടുണ്ടോ എന്നു പാർവതി എന്താ ചോദിക്കാൻ? ഞാൻ അതിനൊരു കാരണമുണ്ട്. പാർവതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനാണ് പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴിത്തൻ. പ്രിയനെന്ന് നേരത്തെ എത്തിയല്ലോ. മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഗോഡൌൺ തുറന്നു കൊടുത്താലല്ലേ ലോഡ് ഇറക്കാൻ പറ്റൂ. അതാ ഞാൻ നേരത്തെ വന്നത്. നന്ദൻ സാറും വെള്ള ഷർട്ട് ഇട്ടിട്ടാ വന്നത്. പ്രിയൻ ചേട്ടനും വെള്ള ഷർട്ടാ ഇട്ടത്. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? ഇവനെന്തിനാ വെള്ള ഷർട്ട് ഇട്ടത്? എന്റെ മുക്തിയുടെയും പ്ലാൻ ഇവന് മനസ്സിലായോ? നന്ദ, സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി ഗോഡൌൺ തുറന്നു കൊടുക്കണം. അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ താക്കോല് വാങ്ങുന്നത് ശരിയല്ലല്ലോ. സൂപ്പർവൈസർ നന്ദനല്ലേ? നന്ദൻ താക്കോല് വാങ്ങി എന്റെ കൈ കൊണ്ട് തന്നാ മതി. ലോഡിംഗുകാർക്ക് ഗോഡൌൺ ഞാൻ തുറന്നു കൊടുത്തോളാം. സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് പ്രിയം വാങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ശരി. പാർവതി, നീ ഗന്ധർവ ബേക്കറിയിലേക്ക് പോവാണെന്ന് നിന്റെ ഫ്രണ്ട്സ് ഭൂമിക മേഡത്തിനോട് പറഞ്ഞപ്പോ നീ ഒന്ന് പേടിച്ചു അല്ലേ? എന്റെ കൂട്ടുകാരികള് മാഡത്തിനോട് അങ്ങനെ പറഞ്ഞത് നന്ദൻ സാർ എങ്ങനെ അറിഞ്ഞു? ഇങ്ങോട്ട് വന്നപ്പോ നീ ഭൂമിക മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങിയത് നന്നായി. നല്ല മനസ്സുള്ളവരുടെ അനുഗ്രഹം ഒരിക്കലും പാഴായി പോവില്ല. അയ്യോ ഈശ്വര, മാഡം എന്നെ അനുഗ്രഹിച്ചതും സാർ അറിഞ്ഞോ? സത്യം പറ, ആരാ സാറിനോട് ഇതെല്ലാം പറഞ്ഞത്? നിനക്ക് നീ മനസ്സിലായില്ല പാറു. ഞാനാണ് നിന്റെ പാറു നേരത്തെ വന്നു അല്ലേ? പാറു വരുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ആ തട്ടുകടയിൽ ഒരു ചായ കുടിച്ചോണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ വിളിച്ചു, പക്ഷെ പാറു കേട്ടില്ല. പാറു ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ. വെള്ള ഹാഫ് സാരി, തലയിൽ മുല്ലപ്പൂ. അല്ല, രേവതിയുടെ കല്യാണം ഇന്നാണോ? വാ വാ പാറു.